അപ്പോൾ ആൻഡ് സ്റ്റാർസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പുൽക്കൂട് മത്സരങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിത് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ പുൽക്കൂട് മത്സരത്തിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പുൽക്കൂട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നമ്മൾ 2 മോഡിലാണ് പുൽക്കൂട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നൈറ്റ് മോഡാണ്. അപ്പോൾ ഈ നിങ്ങൾ കാണുന്നത് നൈറ്റ് മോഡാണ്. ഫുള്ളിങ്ങനെ റാന്തൽ വിളക്കുകളൊക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൊത്തം അതായത് 3 റാന്തൽ വിളക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 മെഴുകുതിരികളും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ. അപ്പോൾ സാധാരണ പുൽക്കൂട് മത്സരങ്ങളിലൊക്കെ ഈ മാല ബൾബ് ഇടുക, അതുപോലെ മിന്നുന്ന ലൈറ്റുകൾ ഇടുക, അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും സാധാരണ ഇങ്ങനെ പ്രൈസുകളൊന്നും കൊടുക്കാറില്ല. നമുക്ക് പ്രൈസ് കിട്ടിയിട്ടില്ല, അത് ഞാൻ പറയാൻ പറഞ്ഞു. നമുക്ക് പ്രൈസൊന്നും കിട്ടിയിട്ടില്ല അൺഫോർച്ചുനേറ്റ്ലി. അപ്പോൾ നമുക്ക് ഈ ബാലബൾബൊക്കെ കുട്ടികൾക്കാണ് ഈ പ്രാവശ്യം കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് ജഡ്ജ്മെൻറ്റിന് അന്തിമമായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇനി നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മൾ അതിന് കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി, കുറച്ച് ലൈറ്റുകളൊക്കെ, അതായത് ഈ നമ്മുടെ വൈറ്റ് ലൈറ്റൊക്കെ നമ്മൾ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഡേ മൂഡൊന്ന് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ ലൈറ്റ് ഇട്ടിട്ടുള്ള നമ്മുടെ പുൽക്കൂടിൻ്റെ ലുക്ക്. അപ്പോൾ ഇതിൽ നമുക്കിനി ഓരോ ഫീച്ചേഴ്സായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പുൽക്കൂടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ നമുക്ക് ഉള്ളിൽ നമുക്കിത് ഈ നമ്മുടെ പുല്ലൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അതൊക്കെ ഈ ഒരു വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഇമാജിനറി ഒരു തൊഴുത്ത് പോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിലും അതുപോലെ തന്നെ സൈഡുകളിലായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ പുല്ലുകളൊക്കെ കെട്ടുകളൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ വീടിനെയാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. വീടിൻ്റെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നാച്ചുറൽ വുഡ് കൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ കഷ്ടപ്പെട്ട് പോയി മറ്റേ ട്രീയുടെ ബാർക്ക് കൊണ്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മഞ്ഞ് പെയ്തതുപോലെ നമുക്ക് കാണാം. അത് ആക്ച്വലി യേശു നമ്മുടെ ഒരു പാതിരാത്രി, നല്ല തണവുള്ള രാത്രി ജനിച്ചു എന്നൊരു കൺസെപ്റ്റ് കൊണ്ടാണ് നമ്മളിതിൽ മഞ്ഞൊക്കെ കൊടുത്തിരിക്കുന്നത്. മഞ്ഞൊക്കെ നമ്മൾ പൗഡർ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലായതുകൊണ്ട് തന്നെ വീടായതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ടിലൊരു കിണർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ അതേ നമ്മളൊരു തൊട്ടിയും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന ഒരു തൊട്ടിയും കൂടിയാണ് നമ്മളിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡുകളിലൊക്കെ നമ്മൾ ഈ പൈൻ മരം നിൽക്കുന്നത് ഒരു എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് മരങ്ങൾ ജസ്റ്റ് ഒരു ഇല പോലത്തെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പൂപ്പൽ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പുൽക്കൂട് മത്സരത്തിന് പോകുന്ന തൊട്ട് മുമ്പാണ് നമ്മൾ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് പൗഡറൊക്കെ ഇട്ടിട്ടുണ്ട്. അത് മഞ്ഞ എഫക്റ്റ് വരാനാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു സ്റ്റാർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റാറിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് യേശു ജനിക്കുന്ന സമയത്ത് നമ്മുടെ വാൽനക്ഷത്രം, ആക്ച്വലി വാൽനക്ഷത്രമാണ്, നമുക്ക് വാൽനക്ഷത്രം കിട്ടാത്തത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു നക്ഷത്രമാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പം അത് പുൽക്കൂടിൻ്റെ തൊട്ട് മുകളിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ മുകളിലൊരു സ്റ്റാറും കൂടി ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ പുൽക്കൂടിൻ്റെ ഈ ഫ്രണ്ടിലത്തെ ഇതിൽ നമുക്ക് ഫുള്ള് നമ്മൾ നാച്ചുറൽ വുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ മഞ്ഞ എഫക്റ്റ് വരാൻ നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് പൗഡറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിൽ ഇത് ആലിൻ്റെ ഇന്നാൾ നമ്മളെ ലാസ്റ്റ് എപ്പിസോഡിൽ കാണിച്ചതുപോലെ ആലിൻ്റെ ട്രീ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി നമ്മൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇവിടെ നമ്മുടെ വീട്ടിലായതുകൊണ്ട് ആലിന് ഉണ്ടാക്കിയ ആ ഒരു ക്രിസ്മസ് ട്രീ പോലത്തെ സാധനം നമ്മൾ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ ഫുൾ ലുക്ക്. അപ്പം ഇനി ബാക്കി നമ്മുടെ പുൽക്കൂട് കോമ്പറ്റീഷനെ കുറിച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഞങ്ങൾക്ക് ആക്ച്വലി അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെ റീസൺ അവർ നമുക്ക് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിനേക്കാൾ കുറച്ച് കയറിയിട്ടാണ് നമ്മുടെ മരങ്ങളും ചില്ലകളും നിൽക്കുന്നത് പറഞ്ഞത്. അതായത് അവിടെ കോമ്പറ്റീഷന് കിട്ടിയത് ആക്ച്വലി നാനോ എന്ന് പറയാൻ പറ്റില്ല. പുൽക്കൂട് ആ ഒരു നാനോ എഫക്റ്റ് ഉണ്ടായിരുന്നില്ല. നാനോ പുൽക്കൂട് മത്സരം എന്നാണ് പറഞ്ഞത്. ബട്ട് നാനോ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഇത് ഞങ്ങളുടെ പേഴ്സണൽ ഞങ്ങൾ പറയുന്നതാണ്. അതുപോലെ തന്നെ ജഡ്ജ്മെൻറ്റും ഫെയർ ആയിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളോട് പറഞ്ഞ റീസൺ ഒട്ടും സാറ്റിസ്ഫൈങ് ആയിരുന്നില്ല. ആക്ച്വലി നമ്മുടെ സൈസ് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി നിൽക്കുന്നതാണ് പറഞ്ഞത്. ആക്ച്വലി നമ്മൾ ഈ ബേസൊക്കെ പറ്റിയത് പപ്പൊരു എഞ്ചിനീയറിംഗ് കമ്പനിയാണ് വർക്ക് ചെയ്യണത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നമ്മൾ ഈ ബേസ് കട്ട് ചെയ്തുകൊണ്ട് വരികയാണ് ചെയ്തത്. എന്നിട്ട് നമ്മുടെ ഇത് കയറി നിൽക്കുന്നതാണ് അവർ പറഞ്ഞത്. ആക്ച്വലി നമ്മുടെ പുൽക്കൂട് ഡിസ്ക്വാളിഫൈ ആണ് ചെയ്തത്. അതായത് ജഡ്ജസിനൊന്ന് ജഡ്ജ് ചെയ്യാൻ പോലും കിട്ടിയിട്ടില്ല.
അതുകൊണ്ട് തന്നെ ജഡ്ജിലൊരാൾ നമ്മളോട് വന്ന് പറയുകയും ചെയ്തു, ഇത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയതാണോ എന്ന് അത്ഭുതത്തോടെ വന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പപ്പ ആദ്യമായിട്ടല്ല ഈ പുൽക്കൂട് മത്സരങ്ങളൊക്കെ പങ്കെടുക്കുന്നത്. ഏകദേശം 1 സെൻറ്റോളം വരുന്ന 1 മാസം ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു പുൽക്കൂട് മത്സരത്തിന്. അത് ആക്ച്വലി അന്ന് 35 ടീമുകളുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. എന്തോ ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയില്ല, ദാറ്റ്സ് ഓൾ. അത് ഇതുപോലെ തന്നെ ഒരു നാനോ പുൽക്കൂട് മത്സരമായിരുന്നില്ല, അത് ഒരു വാസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് പുൽക്കൂട് ഉണ്ടാക്കുന്നതായിരുന്നു. അത് നമുക്ക് കിട്ടി, ഈ പ്രാവശ്യം കിട്ടിയില്ല, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇനി സാധാരണ നമ്മൾ 24-ാം തീയതിയാണ് നമ്മുടെ പുൽക്കൂടൊക്കെ നമ്മൾ സെറ്റാക്കാറ്. ഈ പ്രാവശ്യം നമുക്ക് 20-ാം തീയതിക്ക് മുന്നേ നമ്മുടെ പുൽക്കൂടൊക്കെ സെറ്റാക്കാൻ പറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ പുൽക്കൂട്. അപ്പോൾ എല്ലാവർക്കും ഒരു ജോയ്ഫുൾ ക്രിസ്മസ് നമ്മൾ ആശംസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇനി പറ്റാത്തോളം നമ്മൾ ഡെയിലി നമ്മുടെ വീഡിയോസ് ഇടാൻ നോക്കാം. അപ്പോൾ താങ്ക് യു all for watching this. Like, share and subscribe. Thank you.